നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈമിലേക്ക് വിശദമായി CPIയുടെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത്. പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരം അനുവദിക്കേണ്ടെന്ന CPI തീരുമാനം. എല്ലാ തിരഞ്ഞെടുപ്പുകളും സമവായത്തിലൂടെ വേണം എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശം. സമ്മേളനങ്ങളിൽ അനാരോഗ്യകരമായ ചർച്ചകൾക്ക് വിലക്കേർപ്പെടുത്താനും സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ചു. 24 എക്സ്ക്ലൂസീവ്. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങൾ ലോക്കൽ തലം കടന്ന് മണ്ഡലം തലത്തിലേക്ക് എത്തുമ്പോഴാണ് CPI സംസ്ഥാന നേതൃത്വം പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നത്. വ്യാഴാഴ്ച ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവാണ് പെരുമാറ്റച്ചട്ടത്തിന് അന്തിമ രൂപം നൽകിയത്. അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരൻ കൺവീനറായ സംഘടനാ സബ് കമ്മിറ്റിയാണ് പെരുമാറ്റച്ചട്ടം തയ്യാറാക്കിയത്. സമ്മേളനങ്ങളിൽ മത്സരം അനുവദിക്കേണ്ടതില്ലെന്നതാണ് പെരുമാറ്റച്ചട്ടത്തിലെ പ്രധാന നിർദ്ദേശം. പുതിയ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് സമവായത്തിലൂടെയാകണം. സമവായ നിർദ്ദേശം അവഗണിച്ച് മത്സരത്തിലേക്ക് പോയാൽ ആ സമ്മേളനം നിർത്തിവെക്കും. മത്സര നീക്കത്തിന് പിന്നിൽ വിഭാഗീയത ഉണ്ടോ എന്ന് പരിശോധിച്ചുറപ്പാക്കാനാണ് സമ്മേളനം നിർത്തിവെക്കുന്നത്. ഇങ്ങനെ നിർത്തിവെക്കുന്ന സമ്മേളനങ്ങൾ മേൽഘടകത്തിലെ തീരുമാനപ്രകാരം പിന്നീട് പൂർത്തീകരിക്കും. നിർത്തിവെക്കുന്ന സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസ് ശേഷമേ നടക്കാൻ സാധ്യതയുള്ളൂ. വിഭാഗീയ ശ്രമങ്ങൾ നടക്കുന്ന കമ്മിറ്റികൾ നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും പെരുമാറ്റച്ചട്ടം നിർദ്ദേശിക്കുന്നുണ്ട്. സമ്മേളനങ്ങൾ വ്യക്തികേന്ദ്രീകൃതവും അനാരോഗ്യകരവുമായ ചർച്ചകളുണ്ടാകുന്നതും തടയും. ചർച്ചകൾ ചോർന്ന് മാധ്യമങ്ങളിൽ എത്തിക്കുന്നത് നിയന്ത്രിക്കണമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നുണ്ട്. പുതിയ കമ്മിറ്റി നിശ്ചയിക്കുമ്പോൾ മത്സരം ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിൽ നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട്. പ്രതിനിധികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കലാണെന്നാണ് വിമർശനം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളി കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയത് എന്ന് പോലീസ്. കലയന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിൽ നിന്നാണ് ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബിസിനസ് പങ്കാളി ജോമോനും കൊട്ടേഷൻ സംഘത്തിലെ 2 പേരും പോലീസിന്റെ പിടിയിലായി. പ്രതി ജോമോനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് വീടിന് പുറത്തിറങ്ങിയ ബിജു ജോസഫിനെ 4-അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. വാഹനത്തിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ബിജുവിനെ കലയന്താനിയിലുള്ള കേറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിനുള്ളിൽ മറവ് ചെയ്തു. ബിജുവിനെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സംഭവ ദിവസം എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലെത്തിയ കാപ്പ കേസ് പ്രതിയെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി. കച്ചവട പങ്കാളിയായ ജോമോനുമായി ഉണ്ടായിരുന്ന സാമ്പത്തിക തർക്കത്തെപ്പറ്റി ബിജുവിന്റെ ബന്ധുക്കളും പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ജോമോൻ, മുഹമ്മദ് അസ്ലം, ബിബിൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കലയന്താനിയിലെ കേറ്ററിംഗ് ഗോഡൌണിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി. കലയന്താനിയിൽ ബിജുവും ജോമോനും നടത്തിയിരുന്ന ദൈവമാതാ കേറ്ററിംഗ് സർവീസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊട്ടേഷൻ കൊലപാതകത്തിന് കാരണം. ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റം സമ്മതിച്ചു. കേസിലെ 4ാം പ്രതിയായ ആഷിഖ് കാപ്പ കേസിൽ എറണാകുളത്ത് റിമാൻഡിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 ഇടുക്കി. ആശാ വർക്കേഴ്സ് ഉയർത്തുന്ന വിഷയങ്ങളിൽ കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമരത്തിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും കുറ്റപ്പെടുത്താനില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കൂട്ട ഉപവാസത്തിലേക്ക് കടക്കുകയാണ് ആശാ വർക്കേഴ്സ്. ആശാ വർക്കേഴ്സിന്റെ സമരത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ ഇനിയും അനുമതി തേടുമെന്നും മന്ത്രി. അദ്ദേഹത്തോടുള്ള ചർച്ചയിൽ ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ, അതിന് മറുപടി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ ആശാ വർക്കേഴ്സ് സമരം കടുപ്പിക്കുകയാണ്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കാനാണ് തീരുമാനം. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 24-ാം തീയതി ഇവിടെ കടന്നെത്തുന്ന മുഴുവൻ ആശാ വർക്കർമാരും അതോടൊപ്പം നമ്മളെ പിന്തുണച്ചു വന്ന മുഴുവൻ സംഘടനകളും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള കൂട്ട ഉപവാസമാണ്. അന്നേ ദിവസം ജില്ലകളിൽ അതത് സെന്ററുകളിൽ ആശാ വർക്കർമാർ ഈ ഉപവാസത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ നിരാഹാര സമരം തന്നെ അതൊരു സംസ്ഥാനതല നിരാഹാരമായി മാറാൻ പോവുകയാണ്. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരവേദി സന്ദർശന വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരണവുമായി എത്തി. ആശാ വർക്കേഴ്സിനെ താൻ കണ്ടത് ആത്മാർത്ഥമായെന്ന് സുരേഷ് ഗോപി. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന് എടുത്തുചാടി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി. അവരുടെ ആത്മാർത്ഥമായിട്ടാണ് പോയത്. ആ ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാവും. പറയാനുള്ളത് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞല്ല, ആ പറഞ്ഞത് തന്നെയാണ്. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് കാസർഗോഡ് നിന്നുള്ള ആശാ വർക്കേഴ്സ് സമരവേദിയിലെത്തി. കന്നഡയിൽ മുദ്രാവാക്യം വിളിച്ച് ഐക്യദാർഢ്യം.
രാപ്പകൽ സമരത്തിന് 41 ദിവസവും നിരാഹാര സമരത്തിന്റെ 3 ദിവസവുമായി ഇന്ന് കോൺഗ്രസ് നേതാക്കളും സമരപ്പന്തലിലെത്തി. 24 തിരുവനന്തപുരം. സമരം ശക്തമായി തന്നെ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ നായർ പറയുന്നുണ്ട്, അയല ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ചു എന്ന വാർത്ത വരുന്നു. സത്യമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ വാർത്ത നേരത്തെ വന്നതാണ്. ആ വന്ന സമയത്ത് തന്നെ നമ്മൾ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ പ്രധാനമന്ത്രിയെ ആശങ്ക അറിയിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. 25 വർഷത്തേക്ക് കൂടി മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്നാണ് യോഗത്തിൽ ഉയർന്ന ആവശ്യം. என்னை பொறுத்தவரையில் இந்திய கூட்டாட்சியை காக்கும் வரலாற்றின் மிக மிக முக்கிய நாளாக இந்த நாள் அமையப் போகிறது. சென்சஸ் அடிப்படையில் மேற்கொள்ளவிருக்கும் மக்கள் தொகை அடிப்படையிலான தொகுதி மறுசீரமைப்பு என்பது നമ്മെ പോன்ற മാநிலങ്ങളെ വെകുവാക ബാധിക്കப் പോകുന്നത്. 4 മുഖ്യമന്ത്രിമാരും 2 ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ 15 പാർട്ടികളുടെ നേതാക്കൾ എം.കെ. സ്റ്റാലിൻ ഒരുക്കിയ കുടക്കീഴിൽ ഒത്തുകൂടി. സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നാൽ മണ്ഡല പുനർനിർണയത്തിനെതിരെ പൊരുതി ജയിക്കാനാകുമെന്ന് സ്റ്റാലിൻ. സീറ്റ് കുറയുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയലാണെന്ന് നേതാക്കൾ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. ഫെഡറലിസം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. Federalism is not a gift from the union, but a right of the states. Our collective resistance is not just about seats. യോഗത്തിൽ പങ്കെടുത്ത പാർട്ടികളുടെ എംപിമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കും. മണ്ഡല പുനർനിർണയത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിക്കും. 25 വർഷത്തേക്ക് കൂടി മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. യോഗത്തെ വിമർശിച്ച ബി.ജെ.പി. ചെന്നൈയിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തി. ദേശീയ തലത്തിൽ ഇരുചേരിയുടെയും ഭാഗമല്ലാത്ത BRS, BJD, അകാലിദൾ പാർട്ടികളെ ചെന്നൈയിലെത്തിക്കാൻ കഴിഞ്ഞത് എം.കെ. സ്റ്റാലിന് നേട്ടമായി. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് യോഗത്തിന് പങ്കെടുത്തില്ല. അടുത്ത യോഗം ഹൈദരാബാദിൽ ചേരും. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. അക്രമത്തിന് ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകളിൽ ഫുഡ് ഗ്രാന്റും കോച്ച് അലവൻസും മുടങ്ങിയിട്ട് വർഷം 1 പിന്നിടുകയാണ്. ലഹരി വിരുദ്ധ സന്ദേശവുമായി മാർത്തോമാ സഭയുടെ തിരുവല്ലയിലെ ആസ്ഥാനത്തെത്തിയപ്പോഴാണ് കായിക വിദ്യാർത്ഥികൾ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരോട് ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെ പോരാടുന്ന SKN40 കേരള യാത്രയ്ക്ക് തിരുവല്ലയിലെ കായിക വിദ്യാർത്ഥികൾ പിന്തുണയും അറിയിച്ചു. മാർത്തോമാ സഭയുടെ തിരുവല്ലയിലെ സഭാ സെക്രട്ടേറിയറ്റിൽ SKN എത്തുമെന്നറിഞ്ഞ് തിരുവല്ല SCS സെമിനാരി സ്കൂളിലെ കായിക വിദ്യാർത്ഥികൾ നേരത്തെ എത്തി കാത്തുനിന്നു. 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, SKN40ക്കുള്ള പിന്തുണ നേരിട്ടറിയിക്കുക. ലഹരിക്കെതിരെ ശ്രീകണ്ഠൻ സാർ നടത്തുന്ന ഈ യാത്രയ്ക്ക് ഞങ്ങളും കൂടെ പങ്കാളികളാകുന്നു. പിന്നെ എല്ലാ നന്മകളും നേരുന്നു. രണ്ടാമത്തേത്, അവരുടെ വലിയൊരു പ്രശ്നം SKN അറിയിക്കുക. ഹോക്കിയിലും ഫുട്ബോളിലും ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത മിടുമിടുക്കികളായ കായിക വിദ്യാർത്ഥികളാണിവർ. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി സ്പോർട്സ് കൗൺസിൽ ഇവരുടെ ഹോസ്റ്റലിൽ ഫുഡ് ഗ്രാന്റ് നൽകുന്നില്ല. കോച്ചിനുള്ള അലവൻസ് മുടങ്ങിയിട്ട് 1 വർഷം. സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഹോസ്റ്റലുകളുടെ അവസ്ഥ ഇത് തന്നെയാണെന്ന് വിദ്യാർത്ഥികൾ. ഞങ്ങൾ സ്പോർട്സ് സ്റ്റുഡൻസ് കൗൺസിൽ പ്ലേയേഴ്സിന് കുറച്ച് വർഷങ്ങളായി പൈസ കിട്ടിയിട്ടില്ല, ഫണ്ട് കിട്ടിയിട്ടില്ല. അതിന്റെ ഇഷ്യൂ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ഇവിടെ പറയുമ്പോൾ ഈ ഒരു ഇതിൽ പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മാറി തീരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാണാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അറിയാനും വേണ്ടി വന്നതിന് വളരെ നന്ദി പറയുന്നു. പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ് കായിക വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയ പ്രശ്നം അധികൃതർക്ക് മുന്നിലെത്തിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് SKN മടങ്ങിയത്. 24 പത്തനംതിട്ട.
56 വർഷം മുൻപ് വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ തോമസ് ചെറിയാന്റെ പത്തനംതിട്ട ഇലന്തൂരിലുള്ള സ്മൃതി കുടീരം സന്ദർശിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. 56 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയത്. SKN40 പത്തനംതിട്ട പര്യടനത്തിനിടെയായിരുന്നു സ്മൃതി കുടീരത്തിൽ എത്തിയത്. ലഹരിക്കും അക്രമത്തിനുമെതിരെയുള്ള SKN40 കേരള യാത്രയുടെ പത്തനംതിട്ടയിലെ പര്യടനത്തിനിടെയാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെത്തിയത്. ഇവിടെയാണ് ധീരജവാൻ തോമസ് ചെറിയാന്റെ ശവകുടീരം. കരസേന സൈനിക പരിശീലനം പൂർത്തിയാക്കി ആദ്യ നിയമനം ലഭിച്ച സ്ഥലത്തേക്കുള്ള യാത്രയിൽ 1968 ഫെബ്രുവരി 7-നായിരുന്നു അപകടം. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ വിമാനം തകർന്ന് തോമസ് ചെറിയാനെയും മറ്റ് സൈനികരെയും കാണാതാവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരിൽ മിക്കവരുടെയും മൃതദേഹം കണ്ടെത്തിയെങ്കിലും തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്താൻ വൈകി. നീണ്ട തിരച്ചിലിനൊടുവിൽ 56 വർഷങ്ങൾക്കു ശേഷം 2024 ഒക്ടോബറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചു. ആ കല്ലറയ്ക്കരികിലേക്കാണ് SKN-ഉം ടീം 24-ഉം എത്തിയത്. തോമസ് ചെറിയാന്റെ ബന്ധുക്കളും പള്ളിവികാരിയും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. തോമസ് ചെറിയാന്റെ ഓർമ്മകൾ കൂടപ്പിറപ്പുകൾ പങ്കുവച്ചു. അന്ന് എനിക്ക് 12-13 വയസ്സ് കാണും. 68 ഫെബ്രുവരി 7-ാം തീയതി ഇതുണ്ടാകുന്നത്. അന്നേരം അച്ചായൻ ഈ രാവിലെ ഈ പത്രം എടുത്ത് അച്ചായൻ പറയുകയും ചെയ്തു, തേണ്ടി തോമസ് ചെറിയാന് പേരുണ്ടായിരുന്നു, ഇങ്ങനെ ലഡാക്കിലെ ലേയിലേക്ക് പോയ പ്ലെയിന് കാണാതായി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അച്ചായൻ അന്നേരം പേര് നോക്കിയപ്പോൾ നമ്മുടെ പേര് സംഭവിക്കുന്നത്. തോമസ് ചെറിയാന്റെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചായിരുന്നു മടക്കം. 24 പത്തനംതിട്ട. പെരുമ്പിലാവ് കൊലപാതകത്തിലെ മുഖ്യപ്രതി ലിഷോയിയെ പോലീസ് പിടികൂടിയത് അതിസാഹസികമായി. നേരം പുലരുന്നതുവരെ വീടിന് പിന്നിലെ കുറ്റിക്കാട്ടിലെ കുളക്കരയിലാണ് ലിഷോയ് ഒളിച്ചിരുന്നത്. പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സിനിമാ സ്റ്റൈലിലാണ് പോലീസ് പ്രതിയെ കീഴടക്കിയത്. ഇന്നലെ രാത്രി മുതൽ മുഖ്യപ്രതി ലിഷോയ്ക്ക് വേണ്ടി വ്യാപക തിരച്ചിലായിരുന്നു പോലീസ് നടത്തിയത്. പക്ഷേ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. നേരം പുലർന്നു തുടങ്ങി. സമയം 6:10. ലിഷോയുടെ ടവർ ലൊക്കേഷൻ പുലർച്ചെ വീടിന് സമീപം ലഭിച്ചിരുന്നുവെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. സമീപത്തെ പാടവരമ്പിലൂടെ ഒരു ഉദ്യോഗസ്ഥൻ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കുളത്തിൽ ഒളിച്ചിരിക്കുന്ന ലിഷോയ് പുറത്തു ചാടുന്നത്. പ്രതിക്ക് പിന്നാലെ പോലീസ് സംഘം പാഞ്ഞു. 500 മീറ്റർ ദൂരം ഓടിയ ലിഷോയെ പിന്നീട് കണ്ടില്ല. സമീപത്തെ വീടുകളിൽ കയറാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ 300 മീറ്റർ ചുറ്റളവിൽ പോലീസ് അരിച്ചു പെറുക്കി. പോലീസ് കാടിളക്കി തെരച്ചിൽ നടത്തുമ്പോൾ സമീപത്തെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വീണ്ടും ലിഷോയ്. പോലീസ് സമീപത്തില്ലെന്ന് കണ്ട പുറത്തു ചാടി. പക്ഷേ പിടി വീണു. ബലപ്രയോഗം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഏറെ സാഹസികമായി പോലീസ് വരുതിയിലാക്കി. പ്രതിയെ മേഖലയിൽ അധിക നേരം നിർത്തിയാലുള്ള സുരക്ഷാ ഭീഷണികൾ മുന്നിൽ കണ്ട പോലീസ് ഞൊടിയിടയിൽ പോലീസ് സ്റ്റേഷനിലേക്ക്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി പുറത്തിറങ്ങുമ്പോൾ തന്നെ സാഹസികമായി പിടികൂടിയ പോലീസിനെ പ്രതി തന്നെ പ്രശംസിച്ചു. ഒരു രാത്രി ലിഷോയ് ചിലവഴിച്ചത് ഈ കുളക്കരയിലാണ്. രാവിലെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടുന്നത് പോലീസ് ഏറെ പണിപ്പെട്ടു. ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. പ്രൈം ടൈമിലേക്ക് തിരികെ ഒരുപാട് വിഷയങ്ങളിൽ പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. SK നടത്തുന്ന യാത്രയ്ക്ക് ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. നമ്മൾ അത്തരം കമന്റുകളൊക്കെ കാണുന്നുണ്ട്. നിയമം ശക്തമാകണം ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലെ അക്ഷരത്തെറ്റുകളിൽ അന്വേഷണം നടത്താൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം. ചോദ്യങ്ങളിലെ അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. 4 വിഷയങ്ങളിലെ ചോദ്യപേപ്പറുകളിലായിരുന്നു അക്ഷരത്തെറ്റുകൾ കടന്നുകൂടിയത്. ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ: +2 എക്കണോമിക്സ് ചോദ്യപേപ്പറിലെ ഒരു വാചകം ഉപഭോക്താവിന് വരുമാനം കരയുന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കിയ ആൾ കുറയുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അച്ചടിച്ചു വന്നപ്പോൾ കരച്ചിലായി. ഇനി +1 ബയോളജി. സൈക്കിളിൽ എന്നതിന് ചോദ്യത്തിൽ അച്ചടിച്ചു വന്നത്
സൈക്കിളിൽ എന്നാണ്. ഇങ്ങനെ നീളുന്നു തെറ്റുകൾ. ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറിൽ വീണ്ടും അക്ഷരത്തെറ്റ്. ചോദ്യങ്ങളിലെ മലയാളം തർജ്ജമയിലാണ് ഗുരുതരമായ തെറ്റുകളുള്ളത്. വ്യാപക അക്ഷരത്തെറ്റ് ചൂണ്ടിക്കാണിച്ച 24 വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കും. അക്ഷരത്തെറ്റ് കാരണം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യമുണ്ടെങ്കിൽ മൂല്യനിർണ്ണയ ഘട്ടത്തിൽ ആനുകൂല്യം നൽകാനും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. ചോദ്യപേപ്പറുകളിലെ മലയാളം തർജ്ജമയിലാണ് ഈ തെറ്റുകൾ കടന്നുകൂടിയത്. +1 ബയോളജി ചോദ്യപേപ്പറിൽ 14, +2 കെമിസ്ട്രി ചോദ്യപേപ്പറിൽ 6, എക്കണോമിക്സിൽ 2, മലയാളത്തിൽ 14 അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് സുപ്രീം കോടതി. ജസ്റ്റിസിന്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിലാണ് അന്വേഷണം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ഔദ്യോഗിക ചുമതലകൾ നൽകരുത് എന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വലിയ ചർച്ചയായ സംഭവമാണല്ലോ. എങ്ങനെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, ഈ സംഭവം വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഗൗരവതരമായ ഒരു സംഭവമാണ്. ഹൈക്കോടതിയിലെ മുതിർന്ന സിറ്റിംഗ് ജഡ്ജിയുടെ വസതിയിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ അന്വേഷണ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. 3 അംഗ അന്വേഷണ സമിതിയാണ് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ചിരിക്കുന്നത്. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്താവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്നതാണ് ഈ 3 അംഗ സമിതി. ഈ 3 അംഗ സമിതി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ജസ്റ്റിസ് ഈ ആരോപണ വിധേയനായ ജഡ്ജി യശ്വന്ത് വർമ്മയെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തണം എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ നടപടി അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടേക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആഭ്യന്തര അന്വേഷണം നടത്തി തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബില കൊലപാതകത്തിൽ താമരശ്ശേരി ഗ്രേഡ് SI നൌഷാദിന് സസ്പെൻഷൻ. സ്റ്റേഷൻ PRO കൂടിയായ നൌഷാദിന് ഷിബിലയുടെ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ഭർത്താവ് യാസറിന്റെ ശല്യത്തെപ്പറ്റി പോലീസിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ലഹരിക്കടിമയായ ഭർത്താവ് യാസറിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓൻ്റെ ലഹരിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി വല്ല കറക്റ്റായിട്ട് എടുത്തിന് അന്ന് എൻ്റെ മോളെ പെടുത്തിയില്ല. കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് പോലീസിന്റെ വകുപ്പ് തല നടപടി. താമരശ്ശേരി ഗ്രേഡ് SIയും സ്റ്റേഷൻ PROയുമായ നൌഷാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയ റൂറൽ SP KE ബൈജു സസ്പെൻഷൻ ഓർഡർ നേരിട്ട് കൈമാറി. വീഴ്ച ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തതെന്ന് റൂറൽ SP പ്രതികരിച്ചു. യാസറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷിബിലിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയത്. അതേസമയം പ്രതിക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ശേഷം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്യും. 24 കോഴിക്കോട്. ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഒരു CRPF ജവാന് വീരമൃത്യു. CRPF 193-ാം ബറ്റാലിയനിലെ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ മണ്ഡലാണ് വീരമൃത്യു വരിച്ചത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ പശ്ചിമ സിംഗ്ഭൂം ജില്ലയിലെ ചായ്ബാസയിലെ വനമേഖലയിൽ ഇന്ന് CRPFന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന
IED പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു ജവാൻ വീരമൃത്യു വരിച്ചത്. 2 പേർക്ക് ഗുരുതരമായി തന്നെ ഈ മാവോയിസ്റ്റ് ആക്രമണത്തിൽ പരിക്കേൽക്കുകയായിരുന്നു. ഇരുവരെയും ഉടൻ തന്നെ റാഞ്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. അല്പസമയം മുമ്പാണ് ഈ പരിക്കേറ്റ CRPF ജവാന്മാരിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചത്. CRPFിലെ 193-ാം ബറ്റാലിയൻ സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ മണ്ഡൽ ആണ് വീരമൃത്യു വരിച്ചത്. അദ്ദേഹം ജാർഖണ്ഡ് സ്വദേശി തന്നെയാണ്. ഒപ്പം തന്നെ ഹെഡ് കോൺസ്റ്റബിളായ പ്രീതം കുമാർ ഡേക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് CRPF വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ഈ സിംഗ്പൂങ് മേഖലയിൽ നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം വലിയ തോതിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് ഏറെ കുറഞ്ഞിരുന്നു. എന്നാൽ സമീപകാലത്തായി വ്യാപകമായ ഓപ്പറേഷൻ നടത്തുന്ന പശ്ചാത്തലത്തിൽ ഈ മേഖലയിലേക്ക് മാവോയിസ്റ്റുകൾ മാറിയതായുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മേഖലയിൽ CRPFിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടപടികൾ ആരംഭിച്ചത്. ഇപ്പോഴും തെരച്ചിൽ ഓപ്പറേഷൻ പുരോഗമിക്കുന്നു എന്നാണ് CRPF വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ദിനേശ് ഹരിപ്പാട് കുറേ നേരമായി ഒരു സന്ദേശം അയക്കുന്നുണ്ട്. 1965-ലും 1971 ഇൻഡോ പാക് യുദ്ധത്തിലും പങ്കെടുത്ത ജില്ലയിലെ 47 സൈനികരെ ആലപ്പുഴ സ്റ്റേഷൻ ക്യാൻറ്റീൻ ആഭിമുഖ്യത്തിൽ ആദരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യം ഒന്ന് സൂചിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറേ സമയമായി അദ്ദേഹം മെസ്സേജ് അയക്കുന്നു, കാണുന്നില്ല എന്ന പരാതിയാണ് അദ്ദേഹം അറിയിക്കുന്നത്. സംസ്ഥാനത്തെങ്ങും ശക്തമായ വേനൽ മഴയും കാറ്റിലും മഴയിലും പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. ഫോർട്ട് കൊച്ചി മുണ്ടൻവേലി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന് സമീപത്തെ സുനിൽകുമാറിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസിലും തിരുവനന്തപുരം കുന്നത്തുകാലും മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി. ഇടുക്കിയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. കൊള്ളിമല സെന്റ് മേരീസ് UP സ്കൂളിന്റെ 400ഓളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി. അധ്യാപകർ കുട്ടികളെ തൊട്ടടുത്ത കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ആളപായമുണ്ടായില്ല. മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും കൃഷിനാശവും ഉണ്ടായി. മരമൊടിഞ്ഞു വീണ ഒരു വീട് ഭാഗികമായി തകർന്നു. മലപ്പുറത്ത് ടിപ്പർ ലോറിക്കും കാറിനും മുകളിൽ മരം വീണു. പാലക്കാട് ഷൊർണൂർ കുളപ്പുള്ളിയിൽ ഇടിമിന്നലേറ്റ് തെങ്ങിന് തീപിടിച്ചു. മുതുതല പുത്തൻകവലയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുത പോസ്റ്റ് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തെങ്ങ് കടപുഴകി കാറിന് മുകളിൽ വീണും അപകടമുണ്ടായി. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. നാളെ മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. എറണാകുളം നോർത്ത് പറവൂരിൽ ഉൾപ്പെടെ ശക്തമായ കാറ്റും മഴയുമായിരുന്നു എന്നാണ് സീന മുഹമ്മദ് ഇപ്പോൾ അറിയിക്കുന്നത്. തൃശൂരിൽ ഫോം റെയിൻ, അമ്മാടം, കൊടന്നൂർ മേഖലകളിലാണ് പദമഴ പെയ്തത്. 24 ബ്രേക്കിംഗ്. സൂരജ് സജ്ജുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം തൃശ്ശൂരിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്തത്. ഇതിനിടയിലാണ് ഈ അമ്മാടം, കോടന്നൂർ മേഖലകളിൽ ഈ മഴയോടൊപ്പം പത കൂടി ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം ആളുകൾക്ക് മനസ്സിലായില്ല. കുട്ടികളാകട്ടെ ഈ പത കണ്ടതോടുകൂടി അത് വാരിയെടുത്ത് കളിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ രക്ഷിതാക്കൾ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കി. ഇതിനുശേഷം ഈ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുകയായിരുന്നു. തുടർന്ന് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ്, അതായത് കാലാവസ്ഥാ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഇത്തരം പ്രതിഭാസം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 2 തരത്തിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകാറുള്ളത്. ഒന്ന്, ഈ മരങ്ങളിൽ ഈ കാലാവസ്ഥാ മാറ്റം മൂലം തന്നെ ഒരു സോപ്പിന്റെ അംശം പോലെ രൂപപ്പെടും. ആ സമയത്ത് ഈ മഴ പെയ്യുന്ന വെള്ളം, മഴയായി പെയ്തിറങ്ങുന്ന വെള്ളം ഈ മരത്തിന്റെ ഇലകളിൽ പതിക്കുന്നതോടുകൂടി അത് ഈ പതയായി രൂപാന്തരം പ്രാപിക്കും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വായുവിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വായു ഏതെങ്കിലും തരത്തിൽ മലിനപ്പെട്ടാൽ ആ മഴ പെയ്തിറങ്ങുന്ന മഴത്തുള്ളിയും ഈ വായുവും തമ്മിലുണ്ടാകുന്ന ഒരു രാസപ്രവർത്തനത്തിന്റെ ഭാഗമായും ഇത്തരത്തിൽ പത രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ 2 സാധ്യതകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ആളുകളെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും എല്ലാം തന്നെ വലിയ ഒരു കൗതുക കാഴ്ചയായി മാറി. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടായിരുന്നത്. തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ ഈ ആലിപ്പഴമടക്കം വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഉന്മേഷ്. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നൽകിയത്. മഴയുമായി ബന്ധപ്പെട്ടൊരു സങ്കട വാർത്ത ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട്. ആലപ്പുഴ പാണാവള്ളി പഞ്ചായത്ത് 3-ാം വാർഡ് ഹയാത്ത് മസ്ജിദിന് സമീപം വൃന്ദഭവനിൽ മല്ലിക തെങ്ങ് ദേഹത്ത് വീണ് മരിച്ചു എന്നുള്ള വാർത്ത. വൈകുന്നേരം 4 മണിയോടെ അവിടെ ശക്തമായ കാറ്റ് വീശിയിരുന്നു. അടുത്ത പുരയിടത്തിൽ നിന്ന് തെങ്ങ് ഒടിഞ്ഞ് ദേഹത്ത് വീഴുകയായിരുന്നു എന്നാണ് മനീഷ് മഹിവാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒറ്റമൂലി രഹസ്യം അറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും തടവ്. മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പേർക്ക് ശിക്ഷ വിധിച്ചത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷാബാ ഷെരീഫ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പ്രതികളുടെ ശിക്ഷ ഇങ്ങനെ. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ് 13 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. ഗൂഢാലോചന, തടവിൽ പാർപ്പിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. 2,45,000 രൂപ പിഴയൊടുക്കണം. 2-ാം പ്രതി ശിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും ശിക്ഷ, 60,000 രൂപ പിഴ. 6-ാം പ്രതി നിഷാദ് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷ, 30,000 രൂപ പിഴ. ശിക്ഷാവിധിയിൽ തൃപ്തിയെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൃഷ്ണൻ നമ്പൂതിരി. എനിക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി കാര്യം. പൊതുവേ നല്ല ഒരു വിധിയാണ്. ഒരു ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് എന്ന് പറയാൻ പറ്റും. വിചാരണ നേരിട്ട 12 പേരിൽ 9 പേരെ വെറുതെ വിട്ടിരുന്നു. ഇതിൽ അപ്പീൽ പോകുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിഴയായി ഒടുക്കുന്ന പണം ഷാബാ ഷെരീഫിന്റെ കുടുംബത്തിന് കൈമാറണം. ഒറ്റമൂലിയുടെ രഹസ്യമറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ 2019 തട്ടിക്കൊണ്ടുവരികയും 2020 ഒക്ടോബർ വരെ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ശേഷം മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ തള്ളി എന്നതാണ് കേസ്. ശാസ്ത്രീയ പരിശോധനകളുടെയും മൊഴികളുടെയും മാത്രം അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ കേസന്വേഷണത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ പോലീസിനെ കണ്ട് യുവാവ് വിഴുങ്ങിയത് MDMA തന്നെ. താമരശ്ശേരി അരയത്തുംചാലിൽ സ്വദേശി ഫായിസാണ് MDMA വിഴുങ്ങിയത്. കേസിൽ വിദഗ്ധ പരിശോധന നടത്തും. താമരശ്ശേരി അരിയത്തുംചാൽ സ്വദേശി ഫായിസാണ് MDMA വിഴുങ്ങിയത്. അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ബഹളം വയ്ക്കുക എന്ന യുവാവിനെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ഇതിനിടെയാണ് MDMA വിഴുങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രതി. സ്കാനിങ്ങിനിടെ വയറ്റിൽ തരിതരി പോലുള്ള സാധനം കണ്ടെത്തി. ഇത് MDMA ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. യുവാവിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. ആഴ്ചകൾക്ക് മുമ്പ് താമരശ്ശേരി അമ്പായത്തോട്ടിൽ MDMAയും കഞ്ചാവും അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് ഫായിസ്. 24 കോഴിക്കോട്. പ്രൈം ടൈമിലേക്ക് തിരികെ. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ആലപ്പുഴയിൽ ശക്തമായ മഴയിൽ തെങ്ങ് ദേഹത്ത് വീണ സ്ത്രീ മരിച്ചു. പാണാവള്ളി പഞ്ചായത്ത് 3-ാം വാർഡ് ഹയാത്ത് മസ്ജിദിന് സമീപം വൃന്ദഭവനിൽ മല്ലികയാണ് മരിച്ചത്. മനീഷ് മഹിവാലുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ പ്രത്യേകിച്ചും വടക്കൻ മേഖലയിൽ ശക്തമായ കാറ്റാണ് ഉണ്ടായത്. അതിശക്തമായ മഴ ഇല്ലായിരുന്നെങ്കിൽ കൂടി അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു. അങ്ങനെ പാണാവള്ളി പഞ്ചായത്ത് 3-ാം വാർഡിൽ ഹയാത്ത് മസ്ജിദിന് സമീപം വൃന്ദഭവൻ മല്ലികയാണ്, 53 വയസ്സാണ്. ഇദ്ദേഹത്തേക്ക് ശക്തമായ കാറ്റിൽ ഇവരുടെ തൊട്ടടുത്ത പുരയിടത്തിലെ തെങ്ങ് അവിടെ നിന്ന് വട്ടം ഒടിഞ്ഞ് വീഴുകയായിരുന്നു. വലിയ ശബ്ദത്തോടു കൂടിയാണ് വീണത്. പക്ഷേ സമീപവാസികൾ ഓടിയെത്തി ഈ തെങ്ങ് മാറ്റി അവിടെ നിന്നും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഈ തെങ്ങ് അപകടാവസ്ഥയിലല്ലായിരുന്നു. അതായത് തെങ്ങിന് നിലവിൽ ചെറിയ കാറ്റോ മറ്റോ ഒക്കെ വന്നാൽ വീഴുന്ന അവസ്ഥയിലല്ലായിരുന്നു. പക്ഷേ അതിശക്തമായ കാറ്റ് കൊണ്ട് മാത്രമാണ്, നല്ല ഉയരമുള്ള തെങ്ങായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്ന് ആളുകൾ പറയുന്നത്. ഈ തൊട്ടപ്പുറത്തെ വീട്ടിലെ തെങ്ങാണ് ഇങ്ങനെ കടപുഴകി ഈ രീതിയിൽ കാറ്റ് വന്നതോടുകൂടി വട്ടം കടപുഴകിയല്ല ഒടിഞ്ഞ് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഉന്മേഷ്. ശരി, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മുഴുപ്പിലങ്ങാട്ട് BJP പ്രവർത്തകനായ സൂരജ് വധക്കേസിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾ നിരപരാധികൾ എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പ്രതികൾക്കായി മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് MV ജയരാജൻ വ്യക്തമാക്കി. TP വധക്കേസ് പ്രതി TK രജീഷ് ഉൾപ്പെടെ 9 പ്രതികളെയാണ് തലശ്ശേരി സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്.
മുഴുവൻ പ്രതികൾക്കും നിരുപാധിക പിന്തുണയെന്നതാണ് പാർട്ടിയുടെ നിലപാട്. കോടതി വിധിയല്ല ശരി, എല്ലാവരും നിരപരാധികളെന്ന് MV ജയരാജൻ. വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് CPIM-കാരുടെ പേരിലെടുത്ത കേസ്. നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും. TP കേസ് പ്രതി TK രജീഷിനായും പാർട്ടി അപ്പീൽ പോകുമോ എന്ന ചോദ്യമുയർന്നു. രജീഷിനെ പ്രതി ചേർത്തതും പോലീസ് ഭാഷ്യം മാത്രമാണെന്ന ധ്വനിയിൽ മറുപടി. TK രജീഷിനെല്ലാം പിന്നീട് പ്രതിയാക്കപ്പെട്ടതാണ്. അപ്പം അതെല്ലാം ഉണ്ട്. അതിലൊന്നും ഒരു വസ്തുതക്ക് ഇവരെന്തെങ്കിലും ഒരു അപരാധം ചെയ്തതിന് വസ്തുതയില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജ്, 2 മുൻ ലോക്കൽ സെക്രട്ടറിമാർ എന്നിവരും കേസിൽ കുറ്റക്കാരാണ്. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ CK ശ്രീധരനെ വരെ കളത്തിലിറക്കിയിട്ടും CPIM തിരിച്ചടി നേരിട്ടു. കേസിൽ തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കും. 24 കണ്ണൂർ. IPL ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 175 റൺസിന്റെ വിജയലക്ഷ്യം. 20 ഓവറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് നേടി. ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ അർദ്ധ സെഞ്ചുറി നേടി. അനിൽ വാസുദേവ് ഉണ്ട് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത RCBക്ക് മുന്നിട്ട് വച്ചിരിക്കുന്ന വിജയലക്ഷ്യം 175 റൺസ് എന്നാണ്. കൊൽക്കത്ത നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 174 റൺസ് എടുത്തത്. മികച്ച തുടക്കം കിട്ടിയെങ്കിൽ ശേഷം അവസാന 10 ഓവറിൽ കൊൽക്കത്തയ്ക്ക് വമ്പനടിക്ക് ഒന്നും സാധിക്കാതിരുന്നാണ് അവർക്ക് പ്രതീക്ഷിച്ച ഒരു സ്കോറിലേക്ക് എത്താൻ സാധിക്കാതിരുന്നത്. ആദ്യ 10 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസാണ് കൊൽക്കത്ത നേടിയത്. പക്ഷേ അവസാന 10 ഓവറിൽ അവർക്ക് വെറും 67 റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചത്. അവരുടെ വെടിക്കെട്ട് ബാറ്റർമാരായ ആന്ധ്രേ റസൽ, റിങ്കു സിംഗ്, വെങ്കടേഷ് അയ്യർ തുടങ്ങിയവർക്കൊന്നും തന്നെ തിളങ്ങാനായില്ല. അല്ലെങ്കിൽ RCBയുടെ സ്പിൻ ബൗളേഴ്സ്, പ്രത്യേകിച്ച് കൃണാൽ പാണ്ഡ്യയുടെ തകർപ്പൻ പ്രകടനമാണ് അവരെ ഈ കുറഞ്ഞ സ്കോറിൽ ഒതുക്കിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൃണാൽ പാണ്ഡ്യ 3 വിക്കറ്റ് എടുത്തു. ഒപ്പം തന്നെ സുയേഷ് ശർമ്മ 1 വിക്കറ്റ് എടുത്തപ്പോൾ ജോഷ് ഹേസൽവുഡ്, ഇത്തവണ അവർക്കായി ആദ്യമായി കളിക്കുന്ന ഈ സീസണിൽ പുതിയതായി റിക്രൂട്ട് ചെയ്ത ജോഷ് ഹേസൽവുഡ് 2 വിക്കറ്റ് എടുത്തു. ഒപ്പം തന്നെ യാഷ് ദയാൽ, റഷീദ് ദാർ എന്നിവരും ഓരോ വിക്കറ്റ് എടുത്തു. ഒരുപക്ഷെ ഈ ഒരു പിച്ചിൽ 191 ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നവരുടെ ആവറേജ് സ്കോർ. അതിലേക്ക് എത്താൻ ഇപ്പോൾ ആതിഥേയരായ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയ്ക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവർക്കും മികച്ച ബൗളിംഗ് നിരയുണ്ട്. പ്രത്യേകിച്ച് മിസ്റ്ററി സ്പിന്നർമാരായ സുനിൽ നാരായണയും വരുൺ ചക്രവർത്തിയെയും എങ്ങനെ RCB ബാറ്റർമാർ നേരിടുന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ വിജയ സാധ്യത എന്നുള്ളത്. എന്തായാലും ഒരു ആവേശകരമായ മത്സരം സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉന്മേഷ്. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വിവാദ പ്രസംഗവുമായി മന്ത്രി സജി ചെറിയാൻ. ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ പറ്റുന്ന കേരളത്തിൽ മരണനിരക്ക് വളരെ കുറവ്, മരണസംഖ്യ കുറയുന്നതാണ് പ്രശ്നമെന്നും സജി ചെറിയാന്റെ പരാമർശം. സതുദ്ദേശത്തിലാണ് താനിത് പറയുന്നതെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പെൻഷൻ പറ്റിയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. മരണസംഖ്യ വളരെ വളരെ കുറവാണ്. എന്നുവെച്ചാൽ മരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആരോഗ്യ പരിപാലനത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റേറ്റാണ്. അതും പ്രശ്നമാണ്. ജനിക്കുന്നത് മാത്രമല്ല, മരിക്കുന്നത് വളരെ കുറവാണ്. 80, 85, 90, 95, 100. എന്റെ അമ്മയ്ക്ക് 94. 50,000 രൂപക്കുള്ള പെൻഷൻ ഇപ്പൊ മേടിക്കുക അപ്പന്റെ അമ്മയുടെ രൂപ. ഞാൻ തന്നെ ചോദിക്കാറ്, എന്റെ പൊന്നു നല്ല നിങ്ങൾക്ക് നീ കാശല്ലേ ഉള്ളു, എന്റെ പൊന്നു അത് മേടിക്കാതിരിക്കാൻ പറ്റുമോ? കഷ്ടപ്പെട്ട് ജോലി ചെയ്തല്ലേ. 50,000 ആവശ്യമുള്ളൂ. കാരണം വീട്ടിലോ കടന്നേ മതി. 94 വയസ്സിന് അമ്മയെ കൊണ്ട് മരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്റെ അമ്മ ജീവനോട് 25 കൊല്ലം കൊണ്ട് ജീവിക്കണം. അത്രയും സഹായം സർക്കാർ തന്നെ നമ്മളതിൽ പ്രശ്നം ചെയ്തിട്ടുള്ളൂ. നമുക്ക് ജീവിക്കും. ഇതാണ് പ്രശ്നം. ആളുകളുടെ മരണസംഖ്യ കുറവ്. അപ്പം പെൻഷൻ അണ്ണൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ നാളെ ആരും വിഷമം പറ്റുന്നില്ല. ഇതോടെ പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. നമസ്കാരം.